എന്തിനും രണ്ട് വർത്താനാണല്ലോ. ഞാൻ വിചാരിക്കുന്നത് കല്യാണ ലൈഫ് അത്ര ഇതൊന്നും ഇല്ല കേട്ടോ. നമ്മക്ക് ഏതായാലും ഇങ്ങനെ മതി. എല്ലാം പറയണ്ട. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ് ഇതാക്കണ നമ്മള് ഇന്ന് നമ്മളെ വ്ളോഗ് ഇതാക്കണ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് നമ്മളെ പരിപാടി എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് വ്ളോഗ് തുടങ്ങണതിൻ്റെ മുമ്പ് ഇവിടെ മറ്റേ ഉറക്കൊക്കെ വന്ന് തുടങ്ങി തോന്നുന്നു. അശ്വിന് പനിയാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത പനിയാണ്. പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെവി വേദനയൊക്കെ ഉണ്ട് രാത്രി. എനിക്ക് തോന്നുന്നത് കഫം കൂടിയിട്ടുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു അശ്വിന്. അപ്പം തല നനയ്ക്കാനൊന്നും പറ്റൂല. പിന്നെ രാത്രി ചുമയൊക്കെ. അപ്പോൾ ഇങ്ങനെ രാത്രി അങ്ങനെ ഉറങ്ങാനൊന്നും, നമ്മളൊന്ന് ഉറങ്ങി തുടങ്ങുമ്പോഴേക്കും ആയിഷു എണീക്കും. അതാണ്. അപ്പോൾ പിന്നെ ഷെമിൻ്റെ അവസ്ഥ ഇപ്പോൾ അതാണല്ലോ. അപ്പോൾ ഓക്ക് പകലും ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രി ആയിഷുവിന് ഇങ്ങനെ ഓരോരോ പ്രശ്നമുള്ളത് കൊണ്ട് അല്ലെങ്കിലും ഈ പ്രഗ്നന്റ് ടൈമിൽ രാത്രി ഉറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഉറക്കം വരൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതും ഇതും ഒക്കെ കൂടിയായിട്ട് ഉള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാൻ എന്താക്കുന്നത്, ഞാനാണ് ഇപ്പോൾ ആയിഷുവിൻ്റെ മുടിയൊക്കെ കെട്ടി പഠിച്ചിക്കണമെന്ന് വെച്ചാൽ കുറച്ചൊക്കെ പഠിച്ചിക്കണം. എനിക്ക് കറക്റ്റ് ഒന്നും അറിയില്ല, എന്നാലും കുറച്ചൊക്കെ ആയിഷുവിന് ഇത് കെട്ടണം. എപ്പോഴും കുളിച്ച് മാറ്റി കഴിഞ്ഞാൽ കെട്ടണം. ഇന്ന് കുളിക്കാനും നിന്നില്ല കേട്ടോ. പക്ഷേങ്കിൽ ഇന്ന് കുളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജലദോഷം ഉള്ളതും കൊണ്ട് തല നനയ്ക്കാൻ പോയില്ല. ഇന്നിപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ബുക്കൊക്കെ ചെയ്ത് ഇങ്ങനെ അതിൻ്റെ ഒക്കെ വെക്കുകയാണ്. നമുക്ക് ഉച്ചയ്ക്ക് ശേഷം കാണിക്കാൻ പോകണ്ടേ ആയിഷുവിനെ? കാണിക്കാൻ പോകണ്ടേ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ആയിഷുവിനെ കാണിക്കാൻ പോകണ്ടേ? ഇന്നലെ നമ്മൾ ചെവി വേദന ആയിട്ട് രാത്രി കാണിക്കാൻ പോയില്ല. അതിനോ ഇടയ്ക്കിങ്ങനെ ചെവി വേദന വരുന്നുണ്ട്. അപ്പോൾ വേദനക്കുള്ള എന്തോ ഒരു മരുന്ന് ഉറ്റിച്ചിങ്ങാൻ്റെ ഒക്കെ പോകുന്നതാണ്. പിന്നെ മിനിയാന്ന് പരിപാടിയും ഒക്കെ കൂടി ആയിരുന്നല്ലോ. അപ്പോൾ ആ കളിച്ചിട്ട് വേർപ്പ് തലയിൽ ഇറങ്ങിയിട്ടും കൂടി ആയിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഗൈസ്. പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട ഷെമി എവിടെ പോയി, ഷെമി ബെഡുമ്മ കാണുന്നില്ലല്ലോ എന്ന്. ഷെമിനെയൊക്കെ ഞാൻ പറഞ്ഞു വെച്ചു ഗൈസ്. ഇനി ഷെമി വേണ്ട, ഇനി നമ്മൾ മതി. ഇല്ലേ ആയിഷു? പോരെ? അടിച്ചാള് ഇതാ, ഇത് ഈ ഹെയർ സ്റ്റൈൽ അടിപൊളിയല്ലേ നോക്ക് അല്ലേ? ഒരു ഭാഗമാണെങ്കിൽ ഈ ഒരു ഭാഗം ഇതിങ്ങനെ കെട്ടായിച്ചു. പക്ഷേ ഇതൊരു മാതിരി മന്തു പോലെ ആയിപ്പോയോ ആടെ? ഇതോടെയും കെട്ടണം. ഓക്കെ അതാടെ കെട്ടിത്തരട്ടോ. ഇത് നമ്മളെപ്പോലെ അല്ല, ഫുൾ സ്റ്റാൻഡേർഡ് ആയിട്ടേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു. ഇവളൊക്കെ വലുതായി കഴിഞ്ഞാൽ എന്താ ഏതൊരു പാരൻസിനും എനിക്ക് തോന്നുന്നു നമ്മളെ മക്കൾ വലുതായിട്ട് എങ്ങനെ ആവും എന്നൊക്കെ ഉള്ളൊരു എങ്ങനെയൊക്കെ ആയിക്കോലെ ആയി തീരുകയെന്നൊക്കെ കാണാനൊരാഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും എനിക്ക് തോന്നുന്നത് ഇല്ലേ? എൻ്റെ അഭിപ്രായം എന്താ മുബാസ? എൻ്റെ വിലപ്പെട്ട അഭിപ്രായം എന്ന് പറയും 2 വാക്കിൽ. എന്നാലും കല്യാണം കഴിക്കുകയല്ല. എനിക്കിപ്പോൾ കല്യാണം കഴിക്കാനുള്ള ഒരാഗ്രഹം ഉണ്ടോ? ഇല്ല, ആഗ്രഹമല്ല. അതെന്താ? പക്ഷെ കല്യാണ ലൈഫ് വേറെ ഒരു രസമാണ്. അതെ, അത് വേറെ രസമാണ്. പിന്നെ അതുപോലെ മറ്റേ സിംഗിൾ ലൈഫ് വേറെ രസമാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്നോടല്ല കല്യാണ ലൈഫ് അത്ര ഇതൊന്നും ഇല്ല കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞ ഓക്കെ സെറ്റല്ലേ? അപ്പോൾ നമ്മൾ ഷെമീൻ്റെ അടുത്തേക്ക് പോകുക. എന്നാല് ഐഷു ബാ. ഷെമിയേ എവിടെ? ഐഷു ഇങ്ങോട്ട് വാ. ഞാൻ ഐഷുവിൻ്റെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് നന്നായിക്കണോ നോക്ക്. ആദ്യമായിട്ടാണല്ലോ നന്നായിക്കണോ നോക്കണല്ലോ. ഇനി അതൊക്കെ നോക്കാനുള്ള ആളാണല്ലോ. അതിനാണല്ലോ ഇപ്പം എന്നെ ഇവിടെ ആക്കിയത്. മുടിൻ്റെ അപ്പം ഞാൻ മുബാസിനോട് പറയാണ് മാരേജ് ലൈഫ്. ഷെമിയെ, ഞാൻ മുബാസിനോട് പറയാം, മാരേജ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഒരു പവിത്രമുള്ള ഒരു സംഭവമാണ്. അപ്പം മാരേജ് എന്തായാലും കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. അതെ, സത്യത്തിലാണ് കാര്യം പറയട്ടെ. ഞാനോ പറഞ്ഞെന്താ അറിയോ, ഇത് പറ്റ മോശം ഉണ്ടായ സീനാണ് മോനെ. അതിനെക്കൊണ്ട് മാരേജ് ലൈഫിലേക്ക് പോകേണ്ടതാണ് ഞാൻ സത്യത്തിൽ പറഞ്ഞത്. പിന്നെ ഇനി കേൾക്കാൻ വേണ്ടി ഒന്ന് മാറ്റി പറഞ്ഞതേ ഉള്ളൂ. എന്തിനും രണ്ട് വർത്താനാണല്ലോ. ഒന്നിൽ ഉറച്ചിക്കണോ? ഞാൻ പിന്നെ ഞാൻ ഉറച്ച് മാണ്ടാന്നുള്ളതിലെ കുറച്ച് വേണമെന്നുള്ളതിലൊക്കെ മാണ്ടാന്നുള്ളതിലൊക്കെ ഞാൻ ഉറച്ച്. ചെയ്തു പോയ ഓൻ ചെയ്യാനില്ല, കുടുങ്ങിപ്പോയില്ലേ. ഇത് കാറ് വണ്ടി ആയിട്ടാണെങ്കിൽ ആട്ടം കൊടുത്തേക്ക. ഇത് ആട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതിനൊക്കെ എടുക്കാനും ആളില്ലല്ലോ, ഏൽപ്പിക്കാനും ആളില്ല. എമ്മയൊന്നും ഇല്ലല്ലോ. അല്ല എന്തെങ്കിലും നമ്മക്ക് ഏതായാലും ഇങ്ങനെ മതി. മാറ്റി അയച്ചാൽ ഞാനേ എനിക്കിവിടെ നിൽക്കേണ്ടിയതാ. ഞങ്ങളിപ്പോ അങ്ങ് പോകും. എനിക്കിവിടെ നിൽക്കേണ്ടിയതാ. ആയിഷ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഷോക്സ് ഒന്നും ഊരിയില്ല. ആയിഷന്റെ കോലം കാണിച്ചെടുക്ക.
ഇതാ ലുക്ക് ഐശുവിന്റെ ലുക്ക് പതാ എന്തിനും വെറുതെ ഓള് ഷോക്സ് ഒക്കെ ഇട്ട് നിൽക്കുക ഇവിടെ വിചാരം എന്തേത് അതും വൈറ്റ് നിർവഹിപ്പിക്കാനുള്ളൊരു ഇത്. ആയിഷു താത്താണ് ബേബിനെ ഇപ്പൊ ഷെമിന്റെ വയറ്റ് ബേബി ഉള്ളതും കൊണ്ട് ആയിഷു ഇപ്പൊ കരച്ചിലൊക്കെ ഒരുപാട് മാറ്റം വന്നിരിക്കണേ അല്ലേ? എന്താ പറയാ കരിയുമ്പോഴേക്കും ഞങ്ങൾ അറിയും ബേബി കാണുന്ന അറിയാം. അപ്പൊ ഇങ്ങനെയൊക്കെ ആവും. സങ്കടം കൊണ്ട് കരിയാനും പറ്റൂലല്ലോ ചെറുതുള്ളതും കൊണ്ട് അല്ലേ? ബേബിയേടാ 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 ആയിഷുത്താത്തേടാ ആയിഷുത്താത്താട്ടോ ആയിഷുത്താത്തായിരിക്കും ഇപ്പൊ. ഞാന് രാവിലെ ഫുഡൊന്നും കഴിച്ചില്ല. ആയിഷ ഗുഡ് ഗേളോ ബാഡ് ഗേളോ? ആയിഷ ഗുഡ് ഗേളോ ബാഡ് ഗേളോ? ആരാ പറഞ്ഞെടുക്ക്? ഗുഡ് ഗേൾ. അല്ല എന്റെ ഭാഗം എല്ലായിട്ടല്ല, എനിക്ക് വേറെ ഓരോ പരിപാടിയും ഉള്ളതും കൊണ്ട് ജ്യൂസ് കൊടുക്കാൻ. പക്ഷെ വേർക്കുണ്ടല്ലോ, എനിക്ക് പനിയായിട്ട് വരുന്നുണ്ടോ? ഫാനില്ലായിട്ടാ? ചൂടുള്ള കുടിച്ചിട്ടാ? കഞ്ഞി കുടിച്ചാ ഒന്ന് വേർക്കും തോന്നുന്നു. പ്രതികരണൊക്കെ ഉണ്ട്. ഉണ്ട്, ശരീരം അറിയാം. മരവിച്ച് ചോദിച്ചൊന്നും എത്തിയില്ല. ചൂടുണ്ട്, ഒരു 5 മിനിറ്റ് ചൂടിയും. ആട്ട് പറയട്ടെ നന്നല്ലേ, വേറെ അറിയാലല്ലോ. നല്ല പത്തിരി ആവിയാന്ന് തോന്നുന്നല്ലേ? ചൂടോടെ മൂടി പക്ഷെ മാന്തൾ എന്ന് പറഞ്ഞാൽ മാന്ത ചെറിയ മാന്തക്കെ ടേസ്റ്റ് ഉണ്ട്. ചെമ്മീൻ വലിയ മാന്തക്ക് എന്തോ ഒരു ടേസ്റ്റ്, പൊരിച്ചാ രസാ, മറ്റേ കറക്കി രസല്ലേ? പക്ഷെ ചെറിയ മാന്ത അടിപൊളിയാണ്. ആരോ വന്നേക്കണം ഇവിടെ അങ്ങനെ തന്നെ. ആരാ വന്നത് നോക്കട്ടെ ബീസ്. നമ്മൾ ബ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുന്ന നേരം ഇവിടെ കുറച്ച് ആൾക്കാർ നമ്മളെ കാണാൻ വേണ്ടി വന്ന്, അതാണ് വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ഫ്ലോ പോയി പോകും, അതാണ് പ്രശ്നം. പക്ഷെ എന്നാലും ഒരു കണ്ണൂരിൽ നിന്ന് എവിടുന്ന് വന്നതാ? വടകരന്ന് വന്നത്. അപ്പൊ പിന്നെ നമുക്ക് വീഡിയോ എടുക്കുക അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഇതാക്കുന്നത് മോശമല്ലേ? അപ്പം അവര് ഇതൊക്കെ ആക്കി വെള്ളമൊക്കെ കൊടുത്ത് അപ്പോഴേക്കും ഷെമി പോയി കിടന്ന്, വെള്ളം കൊടുത്ത് അപ്പോഴേക്കും ഷെമിക്ക് ക്ഷീണം വന്ന് ഷെമി കിടന്ന്, പിന്നെ എണീക്കുകയും ചെയ്തു ഷെമി. കൊയിലാണ്ടിയ ഓക്കെ. പക്ഷെ പണിയൊക്കെ ഞാൻ എടുക്കണേ. അതേ ഉള്ളൂ. അപ്പൊ ഓലിന്റെ അടുത്ത് പറയാ, പിന്നെ ഷെഫിക്ക് ഷുഗർ ഉണ്ടോന്ന് ഷുഗർ ഉണ്ടോന്ന്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് മധുരം കഴിക്കാത്തത് കൊണ്ട് ഞാൻ മധുരത്തിന് ഇങ്ങനെ പറയലുണ്ടല്ലോ, മധുരം കഴിക്കല്ല, മധുരം ഇഷ്ടമല്ല എന്നൊക്കെ. അത് ഷുഗർ ഉണ്ടോന്നൊക്കെ. ഷുഗർ ഒന്നുമില്ല, എനിക്ക് മധുരം ഇഷ്ടമല്ലായിട്ടാ, ഷുഗർ ഉണ്ടായിട്ടൊന്നല്ല. നല്ല തിന്നുപോയി എന്നിട്ടാണ് ഈ കഫക്കെട്ട് വന്നത്. അല്ലല്ല, എന്താ മധുരം കേക്കൊക്കെ എന്താ തിന്നേനും എന്തോ പറയാ ഞാൻ വേറൊരാളുണ്ട് ഉപ്പേ. ഉപ്പ നല്ല മധുരം കഴിക്കൂ. ഉപ്പ കഴിക്കും, ഉമ്മ അതിന് അത്ര കഴിക്കൂല. ഉപ്പ നല്ല മധുരം കഴിക്കും. ഇപ്പൊ പറയാ എന്തിനത്ര തോന്നെ വാങ്ങിയത് അങ്ങനെയൊക്കെ പറഞ്ഞ് അതിന്റെ ഒരു നുള്ളെടുക്കും. പിന്നെ ഇതാ അടുത്ത നുള്ള്. എങ്ങനെ ആയാലും അത് ഫുള്ള് ഇപ്പൊ അങ്ങ് എടുത്ത് തിന്നുക ചെയ്യാ. എന്നിട്ട് പറയെങ്ങനാ ഇത്രയൊക്കെ മധുരം ആരാ വാങ്ങിയ, അങ്ങനെയാണ് ഒക്കെ. ചോക്ലേറ്റ് ആയാലും പുഡിങ് ആയാലും കേക്ക് ആയാലും എന്റെ മധുരത്തിന്റെ വേറെന്താ? ഇത് എന്ത് മധുരാന്ന് പറഞ്ഞ് മധുരക്കട്ടിനേക്കാണ് മധുരം. അപ്പൊ ഷുഗർ ഒന്നുമില്ലേക്ക് എനിക്ക് മധുരം ഇഷ്ടമല്ല, അതിനെക്കൊണ്ട് മധുരം ഉപയോഗിക്കാണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും ഇപ്പം ചില ടൈമിനൊക്കെ മറ്റേ പലഹാരങ്ങളായിട്ട് ഇതൊക്കെ ഇതിന്റെ പേരെന്തായാലും സ്വിഗ്ഗിയല്ല, മറ്റേ സൊമാറ്റോ, സോനക്കട്ട. ഇത് പക്ഷെ എനിക്ക് ഇതിന്റെ മധുരം വായിലൊക്കെ വെച്ചിട്ട് മധുര കട്ട ഒഴിവാക്കിയാണ്. അതൊക്കെ വേണ്ട. അതെന്താ വെച്ചാൽ മധുരം ഷുഗർ ഉണ്ടായിട്ടല്ല, മധുരം ഇഷ്ടമല്ലായിട്ട്, മധുരം ഒഴിവാക്കാൻ താല്പര്യമുള്ളത് കൊണ്ട്. പിന്നെ അത് നമ്മുടെ ഹെൽത്തിനൊക്കെ പ്രശ്നം. എന്ത് ഷെമീനോട് അറിയാം, ഷെമീന്റെ പ്രായമാകുമ്പോ എനിക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്. വെറുതെ കരുനാക്ക. ഇനി വെളി പറഞ്ഞിട്ട് വല്ല രോഗങ്ങൾ ഉണ്ടായാലേ ഉള്ളു, അല്ലാണ്ട് നോർമലി രോഗങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഡാഡന്റെ മോള് വേണ്ട, ആദ്യമായിട്ടല്ല പറഞ്ഞു കൊടുക്കണല്ലോ, ഇഷ്ടണ്ടേ പറഞ്ഞാല്.
അങ്ങോട്ട് ക്ലിയർ ആയി. അത് എന്തോ കിട്ടണമെങ്കിൽ ഇനിയിപ്പം അതെ ഇനിയിപ്പോ ഐശുവിനെ കാണിക്കാൻ പോണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബുക്ക് ചെയ്തിരിക്കണം നോക്കാം. അപ്പൊ ഏതായാലും ഐശുവിനെ കാണിക്കാൻ പോണം. അങ്ങനെ കുറച്ച് പരിപാടികളാണ്. അപ്പൊ ഇൻഷാ അല്ലാ അപ്പം അവിടുന്നൊക്കെ വന്ന് ഇവിടെ വന്ന് നമ്മളെ കാണുന്നതിൽ ഒരുപാട് സന്തോഷം. പക്ഷെ ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ ഒരു ഇതാണെങ്കിലും അതെ അതെ പക്ഷെ സാരല്ല ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാ ബൈ ബൈ ടാറ്റ. നാളെ കാണാം കേട്ടോ.